വെൽക്കം ടു എക്സലന്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിക്സ് ആൻഡ് റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് നോക്കാം. എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ട്രാൻസാക്ഷൻ നോക്കുക. 2007 ഡേറ്റ് കോളത്തിൽ നമുക്ക് രണ്ട് സൈഡിലും എന്താണ് 2007 നമ്മൾ എഴുതി. ഇനി ട്രാൻസാക്ഷൻ നോക്കുക. ജാനുവരി 1 ക്യാഷ് ബാലൻസ്. ജാനുവരി 1 ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഓപ്പൺ ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് നമുക്കറിയാം. ജാനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ടു ബാലൻസ് ബ്രോ ഡൗൺ. ക്യാഷ് ആൻഡ് ക്യാഷിൻ്റെ കോളത്തിലാണ് നമ്മൾ എമൗണ്ട് എഴുതി 1500. നെക്സ്റ്റ് ഐറ്റം നോക്കുക. അതേ ഡേറ്റിൽ തന്നെ ബാങ്ക് ബാലൻസ്. ബാങ്കിൻ്റെ ബാലൻസ് എത്രയാണ്? 8000. അത് നമ്മൾ ടു ബാലൻസ് ബ്രോ ഡൗൺ തന്നെയാണ് വരുന്നത്. 8000 എന്ന ബാങ്കിൻ്റെ കോളത്തിലും എൻ്റർ ചെയ്തു. നെക്സ്റ്റ് ജാനുവരി 5 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ കുറച്ച് ഗുഡ്സ് വിറ്റു. ഇതിപ്പോൾ നമുക്ക് ക്യാഷ് ഇല്ല. ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു സെയിൽസിനാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഡേറ്റ് ജാനുവരി 5 ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു സെയിൽസ് ആണ്. അപ്പോൾ ക്യാഷ് ആണ് വരുന്നത്. ക്യാഷിൻ്റെ കോളത്തിൽ 4000 നമ്മൾ എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് ഐറ്റം ജാനുവരി 6 പെയ്ഡ് വേജസ് ബൈ ചെക്ക്. നമ്മൾ വേജസ് അല്ലേ, കൂലി നമ്മൾ എന്താണ് ചെക്കാണ് കൊടുക്കുന്നത്. ചെക്ക് എവിടേക്കാണ് പോകുന്നത്? ബാങ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ വേജസ് എക്സ്പെൻസ് ആണ്. വേജസ് കണ്ടക്റ്റഡ് ടു ബാങ്ക് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ജാനുവരി 6 ബൈ വേജസ്. ഏത് കോളത്തിലാണ് എഴുതേണ്ടത്? ബാങ്കിൻ്റെ കോളത്തിൽ എഴുതുന്നു. വേജസ് കണ്ടക്റ്റഡ് ടു ബാങ്ക് ആണ്. എമൗണ്ട് 500. ബാങ്കിൻ്റെ കോളത്തിൽ 500 നമ്മൾ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് ഐറ്റം ജാനുവരി 10 റിസീവ്ഡ് ചെക്ക് ഫ്രം മിസ്റ്റർ കണ്ണൻ. കണ്ണനിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്യുന്നു. ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്യാഷാണ് നമ്മുടെ കയ്യിലേക്ക് ഇടുന്നത്. ക്യാഷ് അക്കൗണ്ട് ടു കണ്ണൻ. അപ്പം കണ്ണനെ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യണം. ഡേറ്റ് എത്രയാണ്? ജാനുവരി 10 ടു കണ്ണൻ. ക്യാഷിൻ്റെ കോളത്തിൽ 3000 നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് ഐറ്റം ജാനുവരി 15 ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ കയ്യിലെ ക്യാഷ് പോകുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. അപ്പോൾ കോൺട്രാ എൻട്രി ആണെന്ന് പറയാം. രണ്ട് സൈഡിലും നമ്മൾ പോസ്റ്റ് ചെയ്യണം. അത് നമ്മൾ ഇവിടെ എഴുതുന്നു. ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുന്നത്. ജാനുവരി 15 ബൈ ബാങ്ക്. ഏത് കോളത്തിൽ എഴുതണം? ക്യാഷിൻ്റെ കോളത്തിലാണ് നമ്മൾ എമൗണ്ട് എഴുതുക. 1500. ഇനി കോൺട്രാ എൻട്രി ആയതുകൊണ്ട് എല്ലാ കോളത്തിൽ സി എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് രണ്ട് സൈഡ് നമ്മൾ പോസ്റ്റ് ചെയ്യണം. കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ടു ക്യാഷ്. ഏത് കോളത്തിൽ? എല്ലാ കോളത്തിൽ സി എന്ന് കൊടുക്കുക. കോൺട്രാ എൻട്രി ആണ്. എമൗണ്ട് ഏത് കോളത്തിൽ എഴുതണം? ബാങ്ക് കോളത്തിൽ എഴുതണം. 1500. നെക്സ്റ്റ് ഐറ്റം ജാനുവരി 17 പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് നമ്മൾ ചെക്കാണ് കൊടുക്കുന്നത്. പർച്ചേസ് അക്കൗണ്ട് ടു ബാങ്ക്. ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുക അല്ലേ. ബൈ പർച്ചേസ്. ഏത് കോളത്തിൽ എമൗണ്ട് എഴുതണം? ബാങ്കിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതുക. എത്രയാണ് എമൗണ്ട്? 2000. നെക്സ്റ്റ് ഐറ്റം ജാനുവരി 20 വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് ആവശ്യങ്ങൾക്ക് നമ്മൾ പണം വിഡ്രോ ചെയ്യുന്നു. വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എന്ത് വരുന്നു? ക്യാഷ് വരുന്നു. ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. കോൺട്രാ എൻട്രി ആണെന്നറിയാം. ബൈ ക്യാഷ്. ഏത് കോളത്തിൽ എഴുതണം? ബാങ്കിൻ്റെ കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതണം. എമൗണ്ട് എത്രയാണ്? 1000. എല്ലാ കോളത്തിൽ ചെയ്യുന്നു കൊടുക്കുന്നു. രണ്ട് സൈഡും പോസ്റ്റ് ചെയ്യണം. ജാനുവരി 20 ആണ്. ടു ബാങ്ക്. എല്ലാ കോളത്തിൽ ചെയ്യുന്നു കൊടുക്കുന്നു. എമൗണ്ട് ഏത് കോളത്തിൽ എഴുതണം? ക്യാഷിൻ്റെ കോളത്തിൽ എഴുതണം. 1000. നെക്സ്റ്റ് ആയിട്ട് ജാനുവരി 25 ഇഷ്യൂഡ് ചെക്ക് ടു മിസ്റ്റർ കണ്ണൻ.
കണ്ണന് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിലേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം കണ്ണൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഡേറ്റ് 25 ആണ്. ബൈ കണ്ണൻ. എമൗണ്ട് ബാങ്കിൻ്റെ കോളത്തിലാണ് എമൗണ്ട് എൻ്റർ ചെയ്യുക, 600. നെക്സ്റ്റ് ഐറ്റം, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്രെഡിറ്റ്സിൽ എൻ്റർ ചെയ്യുന്നു. ഡേറ്റ് കോളത്തിൽ 29. ബൈ ഡ്രോയിങ്സ്. ബാങ്കിൻ്റെ കോളത്തിൽ 700. നെക്സ്റ്റ് ഐറ്റം, ജാനുവരി 30 ക്യാഷ് പർച്ചേസസ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ക്യാഷ് കൊടുക്കുന്നു അല്ലേ? പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ഡേറ്റ് 30 എഴുതുന്നു. ബൈ പർച്ചേസസ്. ക്യാഷിൻ്റെ കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതുന്നു. എത്രയാണ് എമൗണ്ട് തന്നിരിക്കുന്നത്? 1200. ജേണൽ എൻട്രി എല്ലാം എഴുതി പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ സൈഡിലുള്ള അത് ക്യാഷിൻ്റെ കോളം ഫില്ല് ചെയ്യുന്നു, ബാലൻസ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ബാങ്കിൻ്റെ കോളം ഫില്ല് ചെയ്യുന്നു. ക്യാഷിൻ്റെ കോളം നോക്കാം. ഏത് സൈഡിലാണ് എമൗണ്ട് കോളം നോക്കാം? ഡെബിറ്റ് സൈഡിലാണ് അല്ലേ? 6500. അത് രണ്ട് സൈഡിലും ടോട്ടലായിട്ട് എഴുതുന്നു. ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കുറവ്. ആ മന്തിലെ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നു. ബൈ ബാലൻസ് സി ബാർബി. ബാലൻസ് എത്രയാണെന്ന് നോക്കണം. ഡെബിറ്റ് സൈഡ് എമൗണ്ടിന് ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 3800. നെക്സ്റ്റ് ബാങ്കിൻ്റെ കോളം ഫിനിഷ് ചെയ്യാം. ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ നോക്കാം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ഡെബിറ്റ് സൈഡിലാണ് 12,500. അത് രണ്ട് സൈഡും ടോട്ടലായിട്ട് എഴുതുന്നു. ഇനി എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കുറവ്, അവിടെ ബാലൻസ് കണ്ടുപിടിക്കുന്നു. 7,700 ബൈ ബാലൻസ് ഫോർ 7,700. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.